കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. മറ്റൊന്നുമല്ല, എന്നാലും സംശയം തോന്നിയ സ്ഥിതിക്ക് ചോദിക്കേണ്ടത് എൻ്റെ ഒരു മര്യാദയാണ്. നമ്മൾ കുടുംബക്കാരല്ലേ. കാര്യം എന്താ? മാഷിന്റെ അറിവില് ഗംഗയ്ക്ക് ഏതെങ്കിലും പാർട്ടിയുമായിട്ട് വല്ല അടുപ്പമുണ്ടോ? ആരെങ്കിലും അങ്ങനെ വല്ലതും വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താ ചോദിച്ചാൽ? കഴിഞ്ഞ ദിവസം ടൗണിൽ വെച്ച് ഞാൻ ഗംഗയും ഒരു ചെറുപ്പക്കാരനെയും ഒരുമിച്ച് കണ്ടു. അല്ല, ഇന്നത്തെ കാലത്ത് ആണും പെണ്ണും തമ്മിൽ സംസാരിക്കുന്നതും ഒരുമിച്ച് നടക്കുന്നതും ഒരു വാർത്തയല്ല. പക്ഷേ മോളും ആ കക്ഷിയുമായിട്ടുള്ള നിൽപ്പ് കണ്ടപ്പോ എന്തോ പതിവില്ലാത്ത ഒരു ബന്ധമാണോ എന്ന് എനിക്ക് തോന്നി. രമേശിന്റെ അച്ഛന് ആളാരാണെന്നറിയോ? ഇല്ല, മുമ്പ് കണ്ടിട്ടുമില്ല. അല്ല, മാഷ് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇല്ല. അല്ല, ചിലപ്പോ എന്റെ സംശയമായിരിക്കും. അല്ല, പോലീസുകാരന്റെ കണ്ണിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആവശ്യമില്ലാതെ എനിക്ക് സംശയിക്കും. എന്നാലും ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല. പിന്നെ ദുഃഖിക്കേണ്ടി വരില്ലല്ലോ. ഏത് എന്നാ വന്നാട്ടെ. ഇതെങ്ങോട്ട് പോകുന്നു? കാര്യം എന്താന്ന് വെച്ചാ പറ. നീ ഇന്നലെ ഇങ്ങോട്ട് വന്നെന്തിനാ? ഞാനായിട്ട് വന്നതാണോ? എന്നെ രമേശ് ചേട്ടൻ കൊണ്ടുവിട്ടതല്ലേ? അതെന്തിനാണെന്ന് പറയേ. കൊണ്ടുവിട്ട ആളിനെ അറിയില്ലേ? ഇതേ എന്നോട് ഒരുമാതിരി സാഹിത്യ ഭാഷ സംസാരിക്കില്ലേ. സുഖവാസത്തിനല്ല, മറിച്ചൊരു കാര്യം സാധിക്കാനാ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. എന്നിട്ട് നീ ഇവിടെ വന്ന് വലിയ കുടുംബസ്ഥ ചമഞ്ഞ് വിലസുന്നു. അനിയത്തിയുടെ പെണ്ണ് കാണലിനും മേൽനോട്ടം വഹിക്കുന്നു. അതതിന്റെ മുറയ്ക്ക് നടക്കും. ഞാനും അച്ഛനും കൂടി വന്നതേ പെണ്ണ് കാണലും കല്യാണ നിശ്ചയം കാണാനല്ല. അതെനിക്ക് മനസ്സിലായി. ആയല്ലോ. എന്നാ പറ, നമ്മുടെ കാര്യം എന്തായി? കാശെപ്പ കിട്ടും? 5000 രൂപയല്ല ATM ന്ന് പോയി എടുക്കാൻ, 5 ലക്ഷം രൂപയാ. അച്ഛനും ബാങ്ക് വരെ പോകാൻ സൗകര്യം കിട്ടണ്ടേ? രാവിലെ വീട്ടിലെ ആളുകൾ വരുമ്പോ അച്ഛൻ ബാങ്കിൽ പോയിരുന്നാ മതിയോ? എപ്പോ ബാങ്കിൽ പോവാനാ മാധവ മാഷിന്റെ പ്ലാൻ? മാധവ മാഷ് നിങ്ങൾക്ക് അന്യനാണോ? അമ്മായിയച്ഛനല്ലേ? നേരിട്ടൊന്ന് ചോദിച്ചാ പോരെ? അന്യനായാലും അയ്യായാലും ചോദിക്കാൻ എനിക്ക് മടിയില്ല. പക്ഷേ ഞാൻ കല്യാണം കഴിച്ചതേ മാധവ മാഷിനെ അല്ല, നിന്നെ. അതുകൊണ്ടാ നിന്നോട് സംസാരിക്കുന്നത്. ഇങ്ങനെ ആക്രാന്തം പിടിക്കല്ലേ രമേശ് ചേട്ടാ. പണത്തിന്റെ കാര്യം ഇന്നലെ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞതാ. അമ്മ അത് അച്ഛനോടും പറഞ്ഞിട്ടുണ്ട്. ഇന്നെടുത്ത് തരും. ഇന്ന് എപ്പോഴാന്നാ ഞാൻ ചോദിച്ചത്? ഉച്ച കഴിഞ്ഞ് 1 നാഴികയും 2.5 വിനാഴികയും കഴിഞ്ഞു. ഇത് വലിയ കഷ്ടമായല്ലോ. 3:30 വരെ ബാങ്ക് സമയമുണ്ട്. അതിനു മുമ്പ് അച്ഛൻ പോവും. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ലെങ്കിലേ ബാങ്കിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കും. പണം എടുക്കുമ്പോഴേക്കും ഉടനെ അങ്ങ് കയ്യിൽ വാങ്ങാം. ഇങ്ങ് വരുമ്പോഴേക്കും നോട്ടിന്റെ ചൂടങ്ങ് ആറിയാലോ.
അത്രയ്ക്കങ്ങ് കളിയാക്കാതെ. സ്വന്തം വീട്ടിൽ നിന്ന് സംസാരിക്കുന്നതിന്റെ പൊങ്ങച്ച നിനക്ക്. പൊങ്ങച്ചോ അല്ല, നാണക്കേടാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. നാണക്കേടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. ഒരു നാണക്കേടിനുള്ള വക ഒരുങ്ങി വരുന്നുണ്ടെന്ന് കേട്ടു. മനസ്സിലായില്ല. നിന്റെ അനിയത്തിക്ക് ആരുമായിട്ടാ പ്രേമം? പ്രേമോ? കേട്ടിട്ടില്ലേ? ആരോട്? അതാ ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. രമേശ് ചേട്ടനോട് ആരാ ഈ അസംബന്ധം പറഞ്ഞത്? അതാരെങ്കിലും ആവട്ടെ, ഗംഗയ്ക്കിപ്പോ ആലോചിക്കുന്ന കല്യാണത്തിന് എതിർപ്പാണോ? അതിപ്പോ ഇല്ല. അവളെന്തിന് എതിർക്കണം? അതിനുള്ള കാരണമാണ് ആദ്യം പറഞ്ഞത്. എതിർക്കാനാണെങ്കിൽ അവളിപ്പോ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുമോ? രാവിലെ മുതലേ ഒരുക്ക. അത് നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിരിക്കും. ഏതായാലും അവൾക്കൊരു പ്രേമം ഉണ്ടെന്ന എന്റെ അറിവ്. അത് എവിടെ നിന്ന് കിട്ടിയ അറിവാന്ന് പറ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് SI ബാഹുലയം പറഞ്ഞത്. അതായത് നിന്റെ ഫാദറിലോ. അച്ഛനോട് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞതല്ല. കഴിഞ്ഞ ദിവസം ഗംഗയെയും ഒരു ചെറുപ്പക്കാരനെയും അച്ഛൻ ടൗണിൽ വെച്ച് വശപ്പശകായി കണ്ടു. ഓ, അതാണോ ഇത്ര വലിയ സംഭവം? അവൾ ഏതോ പരിചയക്കാരനോട് സംസാരിച്ചതായിരിക്കും. ഉടനെ പ്രേമമായി മണ്ണാങ്കട്ടയായി. ഇതാ ഈ പോലീസുകാരുടെ കുഴപ്പം. സകലതിന് സംശയം. നീ എന്താ ഇത്ര തിടുക്കപ്പെട്ട് അനിയത്തിയെ സംരക്ഷിക്കുന്നത്? അവൾക്ക് പ്രേമമൊന്നും ഇല്ലാന്ന് സ്ഥാപിക്കാനുള്ള ഒരു ധൃതിയുണ്ടല്ലോ. അപ്പോ ഞാൻ പറഞ്ഞതില് സംതിങ് സത്യമുണ്ട്. ഒരു സത്യവുമില്ല. രമേശ് ചേട്ടാ, പൈസ അച്ഛൻ എടുത്ത് തരും. അത് കിട്ടാൻ വേണ്ടി ഇത്തരം തരം താണ ആരോപണങ്ങളുമായി വരല്ലേ. രമേശൻ എന്താ ഇത്ര ഗൗരവമായിട്ട് പറഞ്ഞത്? അത് അമ്മേ, പൈസയുടെ കാര്യമാണെങ്കിൽ ഒന്ന് കയറ് പൊട്ടിക്കാതിരിക്കാൻ പറ. ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ, അച്ഛൻ ബാങ്കിൽ പോവും. നിന്നോട് ഞാൻ ഇന്നലെ ഉറപ്പ് പറഞ്ഞതല്ലേ, കാശിന്റെ കാര്യം വരുമ്പോ മനുഷ്യനിങ്ങനെ തുടങ്ങിയ കുറെ കഷ്ടാ. അച്ഛൻ പഴയ പോലീസുകാരനാണെന്ന് പറയാം. രമേശനോ? അവരെങ്കിലും കുറച്ച് സംസ്കാരം വേണ്ടേ? പൈസയുടെ കാര്യമല്ല അമ്മേ. പിന്നെ പിന്നെ എന്താന്ന് പറ. മറ്റൊരു പ്രശ്ന രമേശ് ചേട്ടൻ സംസാരിച്ചത്. അതെന്താ? ഗംഗയ്ക്ക് ഗംഗയ്ക്ക് സംശയം ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ ആരും വക വെച്ചില്ല. ഇപ്പൊ എന്തായി? അമ്മയൊന്ന് സമാധാനപ്പെടും. ഈ പറയുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ അവൾ ഒരുങ്ങാൻ തുടങ്ങിയത്. അഥവാ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ആ അധ്യായം കഴിഞ്ഞെന്ന് വിചാരിച്ചാ മതി. നമ്മളായിട്ട് കുത്തിപ്പൊക്കാൻ നോക്കണ്ട. എന്നാലും ഗീത ഒരെന്നാലും ഇല്ല. ഞാൻ നോക്കിക്കോളാം. അപ്പുറത്ത് ആള് വന്നില്ലേ? അച്ഛൻ വിളിക്കുന്നത് എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. അമ്മ അടുക്കളയിലോട്ട് ചെല്ല്. ഞാൻ ഗംഗയെ നോക്കിയിട്ട് വരാം. ഒന്ന് ചെല്ലമ്മേ. എന്താ ഉമ്മേ ഈ മുൾക്കിരീടം എന്റെ തലയിൽ വെക്കാൻ പോവാ? കുറച്ച് മുല്ലപ്പൂ മുടിയിലിരുന്ന എന്താ? പോട്ടെന്ന് വെച്ചൊന്ന് സമ്മതിച്ചപ്പോ ഒരുപാടങ്ങ് ഓവറാക്കല്ലേ. വെറുതെ വീട്ടിൽ നിൽക്കുമ്പോ ചെറുതായിട്ടൊന്നും ഒരുങ്ങാറില്ലേ? അതുപോലെ കൂട്ടിയാ മതി. ഇതാണോ ചെറിയ ഒരുക്കം? ദേ ഉമ്മേ, ഒരുപാട് പൊട്ടം കളിക്കല്ലേ. ഇത്രയൊക്കെ മതി. ഇത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എങ്കിൽ പിന്നെ നമുക്ക് നീട്ടിക്കൊണ്ട് പോണോ? കല്യാണം ഉടനെ നടത്തരുതോ?
അങ്ങനെ ചടവടയും നടത്താൻ പറ്റിയൊരു സംഗതിയാണോ? ഇതൊരു വിവാഹമല്ലേ? നാളെ നടത്താനല്ല സാറേ ഉദ്ദേശിച്ചത്, വൈകണ്ട എന്നാണ് പറഞ്ഞത്. ഓ ഓ ഓ. അടുത്ത മാസം പകുതിക്ക് മുമ്പ് നടത്തിയ നന്നായിരുന്നു. അത് കഴിഞ്ഞ നന്ദന്റെ അച്ഛന്റെ ആണ്ട് വരിക, പിന്നെ മഴക്കാലമായി. അതെ, എന്നും ഉച്ച തിരിഞ്ഞാൽ ഇടിയും മഴയും തുടങ്ങും. അതിനു മുമ്പായാൽ ചെറുക്കൻ കൂട്ടർക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഇത്രയൊക്കെ ഉള്ള പ്രശ്നമേ ഉള്ളൂ. സംഭവം നടത്തേണ്ടത് പെൺവീട്ടുകാരാ. എന്തൊക്കെ സംഘടിപ്പിച്ചാ പറ്റും? മാധവ മാഷൂടെ ഇരിപ്പുണ്ടല്ലോ, എന്താന്ന് വെച്ചാൽ മാഷ് പറയട്ടെ. എങ്കിൽ നന്ദന്റെ അമ്മ പറഞ്ഞ പോലെ വരുന്ന മാസം പകുതിക്ക് മുമ്പ് നമുക്ക് വിവാഹം നടത്താം. അല്ല മാഷേ, അതിനുള്ള മറ്റു കാര്യങ്ങള്? ഒരു മാസം കൂടി കഴിഞ്ഞാലും നമ്മൾ തന്നെ ഒരുക്കണ്ടേ? അത്രയും ബത്തപ്പാടേ ഉള്ളൂ, ശകലം നേരത്തെ ആയാലും. അടുത്ത മാസം 12-ാം തീയതി ബുധനാഴ്ച നല്ലൊരു മുഹൂർത്തമുണ്ട്. ഉച്ചയ്ക്ക് 11:30ക്കും 12-നും ഇടയ്ക്കായിട്ട് വരും. അതാവുമ്പോ യാത്രയ്ക്കും ഊണിനും എല്ലാം പറ്റിയ സമയം. മുഹൂർത്തം വരെ നോക്കിയിട്ടാണോ നന്ദന്റെ അമ്മാവൻ വന്നിരിക്കുന്നത്? ആലോചന വന്നപ്പോഴേ നാൾപ്പൊരുത്തം നോക്കിയിരുന്നു. അതിൽ ചേർച്ചയില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അതെ അതെ. അല്ല, നന്ദഗോപന് അഭിപ്രായം ഒന്നും പറയുന്നില്ല? അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ, അല്ലേ? അതൊന്നും അല്ല കാര്യം. നമ്മളിവിടെ പലതും ചർച്ച ചെയ്യുന്നു. നന്ദൻ വന്നത് ചർച്ചയിൽ പങ്കെടുക്കാനല്ല, കുട്ടിയെ കാണാനാണ്. അക്കാര്യം ആരും ഒട്ട് പറയുന്നുമില്ല, അല്ലേ നന്ദ? അത് ശരിയാ. നമ്മൾ മറന്നാലും അവൻ അത് തന്നെയാണല്ലോ ഓർത്തിരിക്കുന്നത്. എന്നാ കാത്തിരുന്ന് മുഷിയണ്ട. ശാരദ, എങ്ങനെ വിളിക്കേ വരാമോ? ഉമ്മയ്ക്കാവുമ്പോ അവളുടെ എല്ലാ കാര്യങ്ങളും അറിയാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ഗീതേച്ചി, ഗംഗയ്ക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് പിന്നെ ഞാൻ എന്തായാലും തുറന്നു പറ. ഇപ്പൊ ഇവിടെ അത് കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? അവരും ഇവരുമൊക്കെ ഓരോന്ന് പറയുന്നു. എന്താ ഗംഗയുടെ മനസ്സിൽ? ഗംഗയ്ക്ക് കല്യാണം ഇപ്പൊ വേണ്ടെന്നാ പറയുന്നത്. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. ഗീതേ, ആ എന്താടി? എന്താ? ഒന്നുമില്ലമ്മേ, ഗംഗ ഒരുങ്ങിക്കഴിഞ്ഞെന്ന് ചോദിച്ചതാ. ഒരുങ്ങിയതൊക്കെ മതി. അവളെ പോയി വിളിച്ചോണ്ട് വാ. അപ്പുറത്ത് അച്ഛൻ അന്വേഷിക്കുന്നു. വാ പോവാ. ഗംഗേ വാ. എവിടേക്ക്? അച്ഛൻ വിളിക്കുന്നു, വന്നേ. എഴുന്നേറ്റ് വാ ഗംഗേ. വന്ന് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പാക്കേജ് ആണല്ലോ. കല്യാണമാണെങ്കിലും മരണമാണെങ്കിലും ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി, അവരങ്ങ് നടത്തിക്കോളും. ചോദിക്കുന്ന പൈസ കൊടുത്താൽ മതി. പഴയതുപോലെ ബന്ധപ്പെടാൻ ആർക്കാ ഇപ്പൊ സമയം? സമയം ഉണ്ടെങ്കിലും മെനക്കിടാൻ വയ്യ. പോരാത്തതിന് കയ്യിൽ പൈസയും ഉണ്ട്. ആ, നന്ദഗോപൻ കാത്തിരുന്ന ആള് വന്നു. ഇവിടെ ചർച്ച മുറുകി അങ്ങ് കേറി. ഇവിടെ നന്ദഗോപൻ വന്നത് പെണ്ണ് കാണാനെന്നുള്ള കാര്യവും എല്ലാവരും അങ്ങ് മറന്നു. കേട്ടോ ഗംഗേ? ഇങ്ങോട്ട് നീങ്ങി നിൽക്കേ ഗംഗേ. മോള്
മോള് ഹോസ്റ്റലിൽ താമസിച്ചാ പഠിച്ചതല്ലേ? പരീക്ഷയുടെ റിസൾട്ട് എന്നത്തേക്ക് അറിയും? അതറിയില്ല. ഇനിയിപ്പോ എന്തറിഞ്ഞാൽ എന്താ, അതല്ലല്ലോ വലിയ കാര്യം. കേട്ടോ മോളെ, ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് കല്യാണത്തിന്റെ ഡേറ്റിനെ കുറിച്ചാണ്. ഇവര് തീയതിയും മുഹൂർത്തവും ഒക്കെ നോക്കിയിട്ടാ വന്നിരിക്കുന്നത്. അടുത്തടുത്ത മാസങ്ങളിലെല്ലാം നല്ല മുഹൂർത്തങ്ങളുണ്ട്. മാസം സെലക്ട് ചെയ്താൽ മതി. അല്ല, പരസ്പരം കണ്ടിട്ട് ചെറുക്കനും പെണ്ണും അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ. നന്ദന്റെ അഭിപ്രായം പ്രത്യേകിച്ച് ചോദിക്കാനില്ല. മുഖത്തെഴുതി വെച്ചിരിക്കുകയല്ലേ മനസ്സിൽ എന്താണെന്ന്. എന്നാലും നമ്മളായിട്ട് കീഴ്വഴക്കങ്ങൾ ഒന്നും തെറ്റിക്കണ്ട. ചെറുക്കനും പെണ്ണിനും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം, അല്ലേ മാഷേ? അല്ല, അതിപ്പോ എന്ത് സംസാരിക്കാനാ? അത് അവരല്ലേ തീരുമാനിക്കുന്നത്. തമ്മിൽ സംസാരിക്കട്ടെ. ഫോർമാലിറ്റിയുടെ ഭാഗമായൊരു ചടങ്ങായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. അമ്മയോട് ഞാൻ ഇവിടുത്തെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഗംഗയൊന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരത്തി ഹാപ്പിയാണ് എന്ന് പറഞ്ഞു. പറയാതെ അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഗംഗയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അമ്മ ഈ വിവാഹം ഉറപ്പിച്ച മട്ടാണ്. വാര്യർ സാറാണല്ലോ ഈ പ്രപ്പോസലിന് തുടക്കമിട്ടത്. സാറിനെ അമ്മയ്ക്ക് വലിയ വിശ്വാസമാണ്. ഏറ്റവും നല്ല സ്ഥലത്ത് തന്നെ എനിക്കൊരാലോചന സാറ് കൊണ്ടുവരുള്ളൂ എന്ന് അമ്മയ്ക്കറിയാം. അതൊരു വിശ്വാസമാണ്. എല്ലാ വിശ്വാസങ്ങളും എപ്പോഴും ശരിയായി കൊള്ളണമെന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും സാറിന് സംസാരിക്കാനുണ്ടോ? സാറോ? എന്തിനാ ഗംഗ ഈ ഉപചാരങ്ങളൊക്കെ? പെട്ടെന്ന് എനിക്ക് ഒരാളുമായി അടുപ്പം സ്ഥാപിക്കാൻ അറിയില്ല. പറഞ്ഞില്ലേ, എന്നോട് വിശേഷിച്ച് എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടോ? എനിക്കെങ്ങനെ ഇല്ല. എന്നാൽ എനിക്കുണ്ട്. മറച്ചു വെക്കാൻ തോന്നുന്നില്ല. മറച്ചു വെക്കേണ്ട കാര്യമല്ല താനും. സോറി സാർ, ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല. ഞാൻ ഈ വിവരം അച്ഛനോട് വ്യക്തമായിട്ട് പറഞ്ഞതാ. ഗംഗ, എന്താ ഇത് തമാശ പറയാ? അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. താങ്കൾക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടല്ല. നല്ല ജോലിയുണ്ട്. ഏതൊരു പെൺകുട്ടിയും ഇഷ്ടപ്പെടുന്നത്ര സ്മാർട്ടാണ്. അമ്മയെ എനിക്കിഷ്ടായി. പക്ഷേ വിവാഹത്തിന് സമ്മതിക്കാൻ നിവൃത്തിയില്ല. കാരണം ഞാൻ മറ്റൊരാൾക്ക് വാക്കു കൊടുത്തിട്ടുണ്ട്. ഗിരി. കോളേജിൽ വെച്ചുണ്ടായ അടുപ്പം അത് വിട്ടുപിരിയാനാവാത്ത ബന്ധമായി വളർന്നു. ഗിരിയെ ജീവിത പങ്കാളിയായി മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞതാണ്. ഗിരിയും അങ്ങനെ തന്നെ. കുടുംബങ്ങൾ തമ്മിൽ അറിയില്ല. ഞങ്ങൾക്ക് പരസ്പരം അറിയാം. വേണമെങ്കിൽ ഗിരിയെ സാറിനെ ഞാൻ പരിചയപ്പെടുത്താം. സംസാരിക്കുമ്പോൾ മനസ്സിലാവും ഞങ്ങളുടെ റിലേഷനെ പറ്റി. താങ്കൾ സംസ്കാരമുള്ള ആളാണെന്ന് തോന്നി. കാര്യങ്ങൾ മനസ്സിലാവുന്ന വിശ്വാസമുണ്ട്. അതുകൊണ്ടാ തുറന്നു പറയുന്നത്. നന്നായി. ഗംഗ എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് കല്യാണത്തിന് വേണ്ടി മൂവ് ചെയ്തത്. പക്ഷെ ഇപ്പോ ഞാൻ തന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഒളിവുകളില്ലാത്ത ഈ തുറന്ന മനസ്സിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ സങ്കല്പത്തിലുള്ള ജീവിത പങ്കാളി. പക്ഷേ ഗംഗ പറഞ്ഞ ഗിരിയെ എനിക്കറിയില്ല. അത് പോട്ടെ. കോളേജ് ലൈഫിൽ ഇത്തരം സ്നേഹബന്ധങ്ങൾ ഒരു പുതിയ സംഭവമേ അല്ല. കോളേജുകൾ കണ്ടുപിടിച്ചത് മുതൽ ക്യാമ്പസ് പ്രണയങ്ങളുണ്ട്. പുസ്തകത്താളിലെ മയിൽപ്പീലി പോലെ പിന്നെ പിന്നെ ഭാവിയിൽ അത് മറഞ്ഞു പോകും. ജീവിതം ബാക്കിയാവും. ആ ജീവിതത്തിൽ കോളേജ് പ്രേമത്തിനല്ല, യഥാർത്ഥ സ്നേഹത്തിനാണ് സ്ഥാനം. പക്ഷേ ഇത് അങ്ങനെ ഒരു മയിൽപീലി പ്രേമം അല്ല. ഞാനും ഗിരിയും തമ്മിലുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള അടുപ്പമാണ്.
മറക്കാൻ പറ്റുന്നതല്ല. മറക്കണമെന്ന് ആര് പറഞ്ഞു? ഞാൻ വളരെ സോഷ്യലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ സ്നേഹം തുടരണം, നല്ല സൗഹൃദമായി, എന്നും നിലനിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പായി തുടരണം. ഗിരി എന്റെയും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ മറന്നേക്കണം. എന്തായാലും നടക്കാൻ പോകുന്നത് നമ്മൾ തമ്മിലുള്ള വിവാഹമാണ്. അല്ല, അത് നടക്കില്ല. സാറിന്റെ കല്യാണം നടക്കുകയോ നടക്കാതിരിക്കോ അതെനിക്കറിയണ്ട. എന്നാൽ എന്റെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഗിരിയായിരിക്കും.